മുഅ്മിനീങ്ങളായ നല്ല ഉറച്ച വിശ്വാസികൾ പോലും പിന്നെ ചെയ്യാലോ എന്ന് വിചാരിച്ച് നീട്ടിവെച്ചാൽ മരണത്തിന്റെ ഇടയ്ക്ക് ചെയ്യാൻ കഴിയാതെ മരിച്ചു പോകും. ഹജ്ജിന്റെ കാര്യത്തിൽ അത് വരുന്നില്ലേ? ഹജ്ജിന്റെ സമയല്ലേ? ഉംറയുടെ കാര്യത്തിൽ വരുന്നില്ലേ? ഹജ്ജും ഉംറയും ഒരു ജീവിതത്തിൽ നിർബന്ധമല്ലേ? നിർബന്ധ സക്കാത്ത് ആവാലോ എന്ന് കരുതി നീട്ടിവെക്കുന്നില്ലേ? നിസ്കാരം പോകാലോ എന്ന് കരുതി നീട്ടിവെക്കുന്നില്ലേ? ജമാഅത്തും നഷ്ടപ്പെട്ട് വഖത്തിൽ നിന്ന് പോലുമാണ് മറന്നു പോകണില്ലേ? സുന്നത്ത് നിസ്കാരം ആവാലോ, മുമ്പുള്ള സുന്നത്തുകൾ നിസ്കരിച്ചോ, ശേഷമുള്ള സുന്നത്ത് നിസ്കരിച്ചോ, ആവാലോ. അദ്കാറു സബാഹ് ഫസ്റ്റ് ചാൻസിൽ ചെയ്തില്ല, പിന്നെ ആവാലോ നീട്ടിവെച്ചു, അയാൾക്ക് ചെയ്യാൻ പറ്റിയില്ല. അദ്കാറുൽ മസാ നീട്ടിവെച്ചു, ചെയ്തില്ല. രാത്രികളിൽ ചൊല്ലേണ്ട ദിക്റുകൾ, ഓരോ സമയത്തും ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ, പല കാര്യങ്ങൾ, അവരുടെ മക്കൾക്ക് സമയമാകുമ്പോൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കൽ, പല ന്യായങ്ങളും പറഞ്ഞിട്ട് കെട്ടിച്ചു കൊടുത്തില്ല, അല്ലെങ്കിൽ കല്യാണം കഴിപ്പിച്ചില്ല. ഏതൊക്കെ ഞാൻ പറഞ്ഞതും അല്ലാത്തതുമായ അതിൻ്റെ പട്ടികകൾ നീണ്ടു പോവുകയാണ് സഹോദരങ്ങളെ. ഈ നീട്ടിവെക്കലുണ്ടല്ലോ, പിന്നെ ആവാ അതും കൂടിയാണ് കഴിയട്ടെ, ഇതും കൂടിയാണ് ശരിയാവട്ടെ എന്ന് പറഞ്ഞ് നീട്ടി വെച്ചാൽ തൗഫീഖാണ് നഷ്ടപ്പെടും. നീട്ടിവെക്കരുത്, സമയമായ ഉടനെ ചെയ്തോളാം. അത് അങ്ങനെയാണ്. ഏത് സൽക്കർമ്മത്തിന് ചാൻസ് കിട്ടിയോ ഉടനെ ചെയ്തോളാം. പിന്നെ കയാതെ പിന്നെ കണ്ടാവലാണ്. അത് നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം.